30% ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവരാണ്. ഇവർ രോഗികളായാലും എങ്ങോട്ടാ പോവുക? ഈ പാരാമീറ്റർ, അതിദരിദ്രരെ ഉച്ചാടനം ചെയ്യുന്ന പാരാമീറ്റർ അനുസരിച്ച് പറയുമ്പോൾ ആർക്കും ഇവിടെ ഹെൽത്ത് കാർഡ് ഇല്ലാത്തവരുണ്ടാവില്ല എന്നാണ്. എത്ര പേർക്ക് ഹെൽത്ത് കാർഡ് ഉണ്ട് ഇവിടെ? ചികിത്സക്കായിട്ട് പലരും ലോൺ എടുക്കുന്നു, കടം വാങ്ങുന്നു, വീട് പോലും പണയപ്പെടുത്തുന്നു. പിന്നെ സാനിറ്റൈസേഷൻ, ഇവിടുത്തെ സാനിറ്റൈസേഷൻ വളരെ ഭീകരമായിട്ടുള്ള നമ്പറാണ്. ലൈവ്ലിഹുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ദൈനംദിന തൊഴിലാളികളിൽ കൂടുതലും കൺസ്ട്രക്ഷന്, കൃഷിക്ക്, ഹൗസ് ഹോൾഡ് ജോലികൾ ചെയ്യുന്നവരാണ്. സ്ഥിരമായ തൊഴിലവസരങ്ങൾ വളരെ കുറവാണ്, സ്കില്ല് വളരെ കുറവാണ്. ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ വലിയ തോതിൽ പ്രയാസപ്പെടുത്തുന്നു. ഇനി ഞാൻ പറയുന്നത് ഇതിനേക്കാൾ ഗൗരവമുള്ളൊരു വിഷയമാണ്. 99% വീടുകൾ സ്വന്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗവും പഴയതോ താൽക്കാലികമായി പൊളിഞ്ഞതോ ആണ്. 99% നിങ്ങൾ നോക്കണം. താമസയോഗ്യമാണെന്ന് സർട്ടിഫൈ ചെയ്യുന്ന 99% വീടുകളും സൗകര്യങ്ങളില്ലാത്ത വീടുകളാണ്. 94% വീടുകൾക്ക് ശൗചാലയം ഉള്ളതായി കണ്ടെത്തിയെങ്കിലും പല സ്ഥലത്തും ശൗചാലയത്തിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മളുടെ സദ്ഗ്രാമങ്ങളിൽ വീടുകളുടെ ഗുണനിലവാരം പിന്നെ പറയേണ്ടതില്ല. അകത്തുള്ള റോഡുകളുടെയും മറ്റു പരിമിതികളൊക്കെ സ്വാഭാവികമായിട്ടും അത് വേറെ കിടക്കുന്നു. താഴെക്കോട് അതുപോലെ തന്നെ മേലാറ്റൂർ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ഭവന ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലാണ്. ഈ 2 പഞ്ചായത്തും ഭരിക്കുന്നത് LDF ആണ്. പക്ഷെ ഞാൻ LDF ഭരണസമിതിയെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത്. ഏത് ഭരണസമിതിയാണെങ്കിലും അവർക്ക് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ടാവണം. ഇവിടെ പരാജയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പോളിസിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് മൈക്ക് കെട്ടി പറയേണ്ട ഒരു മൈതാന പ്രസംഗമല്ല. അത് പോളിസി കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഭരണപരമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ ഈ ഗവൺമെൻറ് 100% പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ക്ഷേമ ഇൻഡെക്സ്, നമ്മളിപ്പോൾ വെൽബീയിങ് ഇൻഡെക്സ് നമ്മൾ എടുക്കാറുണ്ട്. വെൽബീയിങ് ഇൻഡെക്സിൽ ക്ഷേമ സ്കോർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. 3.11% മാത്രമാണ്. ഇത്തരത്തിൽ നമ്മുടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ലൈഫാണ്, ഒരു സന്ദർഭമാണ്. ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തം പെട്ടെന്നുണ്ടായി, ആ നാട് മുഴുവനും ഒലിച്ചുപോയി. അപ്പോൾ അവിടെ എല്ലാവരും പരമദരിദ്രരാവൂലേ? അപ്പോൾ പരമദരിദ്രരെ ഒരു നാട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് ഹിറ്റ്ലർ ചെയ്ത പോലെയുള്ള ഒരു പണിയാണ്. ഹിറ്റ്ലർ ചെയ്ത പണി എന്താണ്? അംഗവൈകല്യമുള്ള ആളുകൾ ഇനി ജർമ്മനിയിലില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു? അംഗവൈകല്യമുള്ള മുഴുവൻ ആളുകളെയും അയാൾ കൊന്നൊടുക്കി. ഇതുപോലെയാണോ പിണറായി അതിദരിദ്രരെ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളത് ആശങ്കയോടെ കാണുകയാണ്. നരേന്ദ്രമോദി പണ്ട് വേറൊരു കാര്യം ചെയ്തിരുന്നു. നമ്മളെ നാട്ടിലൊരു വിദേശ പ്രതിനിധികൾ വന്നപ്പോൾ ഈ നാട് ദാരിദ്ര്യം ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ചേരികളുടെയൊക്കെ മുമ്പിൽ വലിയ മതിൽ കെട്ടിയിരുന്നു. പിണറായി വിജയൻ ഇപ്പോൾ ഈ SC വിഭാഗത്തിൻ്റെ ഗ്രാമങ്ങൾക്ക് മുമ്പിൽ മതിൽ കെട്ടിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഈ ഡാറ്റയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാനിറ്റേഷനുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ 4676 കുടുംബങ്ങളാണ്, വീടുകളാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലെ SC വീടുകളുള്ളത്. 4676 വീടുകൾ. അതിൽ 2871 വീടുകളിലാണ് സർവേയുടെ ഭാഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ PG വിദ്യാർത്ഥികൾ സഞ്ചരിച്ചത്. അത് 348 യൂണിറ്റുകളാണ്, സദ്ഗ്രാമങ്ങൾ 348 സെറ്റിൽമെൻറ്റുകളാണ്. കോളനി എന്ന് നമ്മൾ പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ കോളനി ഉപയോഗിക്കാത്തത്. അതിൽ ടോട്ടൽ സാനിറ്റേഷൻ 70% ആളുകൾക്കും മെച്ചപ്പെട്ട ടോയ്ലറ്റ് ഇല്ല, കക്കൂസില്ല, സാനിറ്റേഷൻ ഇല്ല. ഏത് നാടാണിത്? എവിടെയാണ് അതിദാരിദ്ര്യം പോയത്? നിങ്ങൾ ആലോചിക്കണം. ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ നമ്മൾ 2871 വീടുകളിൽ യാത്ര ചെയ്യുമ്പോൾ
അതിൽ 2741 പേരും പറയുന്നത് ഞങ്ങളുടെ വീട് സൗകര്യമില്ലാത്ത വീടാണ്. അതിൽ നമ്മൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണേണ്ട കാര്യം 100-ലേറെ വീടുകൾ പൂർണ്ണമായും 100-ലേറെ ഭവനരഹിതർ ഇവിടെ താമസിക്കുകയാണ്. 100-ലേറെ ഭവനരഹിതർ എന്ന് പറഞ്ഞാൽ അവർക്ക് വീടില്ല, ഉണ്ടായിരുന്ന വീട് പൊളിച്ചുപോയി. പിന്നെ നമ്മളെല്ലാവർക്കും പട്ടയം, എല്ലാവർക്കും ഭൂമി. സർക്കാർ പറഞ്ഞൊരു കാര്യമാണ്, ഇതെല്ലാം പരമദാരിദ്ര്യം ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നമ്മളുടെ വലിയ ഘടകങ്ങൾ അല്ലേ റഷീമാഷേ? അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗുരുതരമായ കാര്യം, ഈ സ്വന്തമായി ഭൂമിയില്ലാത്ത എത്രയോ ആളുകളുണ്ട്. സ്വന്തമായി ഭൂമിയില്ല, സ്വന്തമായി വീടില്ല, സ്വന്തമായി സൗകര്യമില്ല. അപ്പോൾ ഇത് ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഇതിലേറ്റവും വളണറബിളായിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് താഴെക്കോടാണ്, രണ്ടാമത്തേത് പുലാമന്തോളാണ്, മൂന്നാമത്തേത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയാണ്.